ഇസ്രായേലുമായുള്ള ഓഹരി നിക്ഷേപം നോർവേ പിൻവലിച്ചു. ഏറെക്കുറെ $2 ബില്യൺ നിക്ഷേപമാണ് പിൻവലിച്ചത് എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. ഇത് യൂറോപ്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യൂറോപ്യൻ രാജ്യമായിരിക്കുന്ന നോർവേ ഇത്രയും വലിയ ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ അമേരിക്കയുടെ ഡെപ്പോസിറ്റ്, അതായത് ഓഹരി നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട് പിൻവലിക്കുക എന്ന് പറയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സാമ്പത്തിക പിന്തുണയോടുകൂടിയും സഹായത്തോടു കൂടിയുമാണ് ആ രാജ്യം നിലനിൽക്കുന്നത്. ടൂറിസം വരുമാനമാണ് പ്രധാനമായിരിക്കുന്ന വരുമാനമായിട്ട് കണക്കാക്കുന്നത് ഇസ്രായേലിൻ്റെത്. അതേറെക്കുറെ നിലച്ചു പോയിരിക്കുന്ന സ്ഥിതിയാണ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം. അങ്ങനെ പിന്നീടുള്ള സാമ്പത്തിക സഹായം, ആയുധ സഹായം കൊണ്ടാണ് രാജ്യം പിടിച്ചു നിൽക്കുന്നത്. അതാണിപ്പോൾ ഒറ്റപ്പെട്ട ഓരോ രാജ്യമായിട്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത് പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിൽ സാമ്പത്തിക തകർച്ച രാജ്യത്തിനുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രായേലിലെ 61 കമ്പനികളിലാണ് സോവറിൻ വെൽത്ത് ഫണ്ട് എന്ന തരത്തിൽ $2 മില്യൺ നിക്ഷേപം നോർവേ നടത്തിയത്. 11 കമ്പനികളിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇപ്പോൾ അത് പിൻവലിച്ചു. ബാക്കിയുള്ള കമ്പനികളിൽ നിന്ന് പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചന നടക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ദേശീയ കമ്പനികളിലാണ്, അല്ലെ ദേശീയ ഗവൺമെൻറ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കമ്പനിയിലാണ് നിക്ഷേപങ്ങൾ അത്രയും നടത്തിയത്. എനർജി ടെലികോം മേഖലയിലാണ് ഏറ്റവും വലിയ നിക്ഷേപം നടത്തിയതായിരിക്കും വിവരം പുറത്തു വന്നത്. അത് പിൻവലിക്കുന്നതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികപരമായ രീതിയിൽ വലിയ തകർച്ച ഉണ്ടാകാനുള്ള സാധ്യത വിലയിരുത്തുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ടതാണ് സ്പെയിൻ എന്നതിനാൽ സ്പെയിനും അയർലൻഡും നോർവേക്ക് വലിയ പിന്തുണ നൽകി. ഭാവിയിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇതേ പാത പിന്തുടരാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. 900ഓളം കമ്പനികളിലാണ് ലോകത്താകമാനം നോർവേ ഇങ്ങനെ പണം നിക്ഷേപിച്ചത്. ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിൽ നിന്ന് പണം പിൻവലിക്കുന്നത്. അവർ പറയുന്നു, ഗസക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വംശീയ കൂട്ടക്കൊലക്ക് കൂട്ടുനിൽക്കുന്ന ഒരു തരത്തിലായി പോകും നിലവിലെ സാഹചര്യത്തിൽ തങ്ങൾ പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കതിൽ യാതൊരു പങ്കാളിത്തവുമില്ല, ആയതിനാൽ തന്നെ തങ്ങൾ പണം പിൻവലിക്കുന്നു. തങ്ങളുടെ സമ്പാദ്യം മുടക്കി, അല്ലെങ്കിൽ തങ്ങളുടെ പണത്തിൽ നിന്ന് അതിൽ വരുമാനമുണ്ടാക്കി ആ വരുമാനം കൊണ്ട് ആയുധങ്ങൾ വാങ്ങി ഗസക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവർത്തനത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലും അത് നീതീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ സർവാധിപത്യം ഉപയോഗപ്പെടുത്തി ഹിറ്റ്ലറിസം നടപ്പിലാക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഗസക്ക് നേരെ അവർ കാഞ്ചി വലിക്കുന്നത് എന്ന് ഇതിന് മുൻപ് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടതാണ്. UN സഭയിൽ പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ പ്രമേയം വന്നിട്ടും അത് നടപ്പിലാക്കാത്ത ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ മാത്രമാണ്. പല രാജ്യങ്ങൾക്കെതിരെയും പല ഘട്ടങ്ങളിലും UN സഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം പാസ്സാക്കുകയും ആ പാസ്സാക്കുന്നതോടനുബന്ധിച്ച് അത് നടപ്പിലാക്കാൻ ദ്രുതഗതിയിൽ നടപടിയെടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് ലോകത്തുള്ളത്, പ്രത്യേകിച്ച് അമേരിക്ക രാജ്യങ്ങളൊക്കെ. ഒറ്റ പ്രമേയമാണ് ഇറാഖിനെതിരെ UN സഭയിൽ അവതരിപ്പിച്ചത്. അത് പാസ്സാക്കിയതോട് കൂടിയിട്ട് പിന്നെ നടന്ന സംഭവം നമുക്കറിയാവുന്നതാണ്. അത് നടപ്പിലാക്കുന്ന രീതിയാണ്. എന്നാൽ ഇസ്രായേലിനെതിരെ 30ഓളം പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും ഇസ്രായേൽ കൂട്ടുനിൽക്കുകയോ സഹായിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പ്രക്രിയ പോലും തങ്ങളുടെ രാജ്യത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ കൂടിയാണ് നിക്ഷേപം പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ കഠിനമായിരിക്കുന്ന ഈ പ്രവർത്തനത്തിലേക്ക് തങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്നാണ്. മറ്റ് ലോക രാജ്യങ്ങളുടെ സഹായം കൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്കൊരു യുദ്ധം ചെയ്ത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ചരിത്രത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ളതാണ്. ഇസ്രായേൽ തോറ്റു പോകുമെന്ന് ഉറപ്പുള്ള സമയത്താണ് അമേരിക്ക രംഗത്തിറങ്ങിക്കൊണ്ട് ഈ ഇറാൻ ആക്രമിക്കുന്നത്. അതോടുകൂടി ഈ അമേരിക്ക കൂടി തിരിച്ചടി കിട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് പിന്നീട് ഇറാൻ്റെ ഭാഗത്തുണ്ടായത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, വല്ലാതൊന്നും ഒറ്റക്ക് യുദ്ധം ചെയ്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഒരു കാലത്ത് സാധിച്ചിട്ടില്ല. പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഒന്നുകിൽ ബ്രിട്ടൻ്റെത് അല്ലെ അമേരിക്കയുടേത് അവരുടെ കൈവശത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 1967 ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസ് അടക്കം ഒറ്റ കൊടുത്തിട്ടുണ്ട് എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിന് തെളിഞ്ഞത്. അങ്ങനെ യുദ്ധം ചെയ്യുന്ന അറബ് രാജ്യങ്ങൾക്ക് അല്ലെ മുസ്ലിം രാജ്യങ്ങളുടെ ആയുധപ്പുരകളും സംവിധാന കാര്യങ്ങളൊക്കെ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ട് ആ വിവരം ഇസ്രായേലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും, മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഇസ്രായേൽ സൈനികരോടൊപ്പം
അമേരിക്കയുടെ സൈനികരും ഇസ്രായേലിലെ യൂണിഫോം ധരിച്ചുകൊണ്ട് പങ്കുവഹിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അത് ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടിൽ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യൂണിഫോം ഇസ്രായേലിൻ്റെത്, സൈനികർ അമേരിക്കയുടേത്. അങ്ങനെ ഗസയുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് വല്ല കാരണവശാലോ ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അത് അമേരിക്കൻ പൗരനാണോ അതല്ലെങ്കിൽ ഇസ്രായേൽ പൗരനാണോ എന്നുള്ളത് ലോകത്തിന് വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതിനാൽ അത്തരം പ്രവൃത്തി പോലും നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും നോർവേയുടെ ഈ നിലപാട് വലിയ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ച ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഉണ്ടാവാൻ ഇത് കാരണമാകും എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു.